ഹലോ നമസ്കാരം, ഞാൻ ഷാൻ വഹാബ്. ഞാനിപ്പോൾ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ന്യൂസ് കണ്ടു. വേറൊന്നുമല്ല, നമ്മളെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്നും പുള്ളി ബ്രൂണയിലാണെന്നും പുള്ളിയുടെ ഒളിവ് താമസ സ്ഥലത്തിനടുത്ത് നമ്മുടെ 24-ന്റെ വാർത്താ സംഘത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് കണ്ടത്. അപ്പോൾ പുള്ളിക്ക് നല്ല പ്രായം ആയിട്ടുണ്ടാവും. എനിക്ക് 1984 പുള്ളി ഒളിവിൽ പോയതെന്നാണ് ഞാൻ വായിച്ചൊക്കെ മനസ്സിലാക്കിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഏകദേശം ഒരു 42 വർഷത്തോളം ഒളിവ് ജീവിതം തന്നെ പുള്ളി നയിച്ചു. നല്ല പ്രായമുണ്ട്. കണ്ടുപിടിച്ച സുകുമാരക്കുറുപ്പിനെ തന്നെ ആയിക്കോട്ടെ. അതിൽ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് താഴെ അടുത്തൊരു വീഡിയോ ഒന്ന് ഇറക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ DGP അലക്സാണ്ടർ ജേക്കബ് ഒരു ഇന്റർവ്യൂ എടുത്തേക്കുന്ന ഞാൻ സുകുമാരക്കുറുപ്പിന്റെ ആത്മാവുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്, അത് കഴിഞ്ഞ് എൻ്റെ തൊട്ട് താഴെ നോക്കിയപ്പോൾ ഇന്നത്തെ തന്നെ മനോരമ ചാനലിന്റെ ഒരു ന്യൂസ്, അതിൽ കൊടുത്തിരിക്കുന്നത് സുകുമാരക്കുറുപ്പിന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് കേരള പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ്. ഇന്ന് ഒറ്റ ദിവസത്തിൽ ജസ്റ്റ് ഒരു മൊബൈൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുമ്പോൾ ഒരു വാർത്തയുടെ തന്നെ 3 തരത്തിലുള്ള ന്യൂസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഏതാണ് സത്യം ഏതാണ് സത്യമല്ലാത്തത് എന്നുള്ളത് സത്യത്തിൽ നോക്കുന്ന ഒരാൾക്ക് കൺഫ്യൂഷനാവും. എന്തായാലും സുകുമാരക്കുറുപ്പിനെ ആകട്ടെ കണ്ടുപിടിച്ചത്, സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ ഇനിയെങ്കിലും ആ ചീത്തപ്പേര് കേരള പോലീസിന് മാറട്ടെ. എന്നാലും ഇങ്ങനൊരു ഒരു മൊബൈലിന്റെ ഒരു സ്ക്രീനിന്റെ തൊട്ടടുത്തടുത്ത് തന്നെ 3 തലത്തിലുള്ള വാർത്തകൾ കണ്ടപ്പോൾ അതിലുള്ളൊരു കൗതുകം തോന്നിയതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. എന്തായാലും സുകുമാരക്കുറുപ്പിനെ തന്നെ കണ്ടുപിടിച്ചു ശിക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു അവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.